ഹലോ ഗായ്സ്, പ്രജി മിക്സ് മീഡിയ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പൂത്തിരി ഇപ്പം മേടിച്ച ആരും പൊരി മധുരസയും ഉഴുന്നോടെ എല്ലാം ചേർത്ത് 4 മണിക്കൂർ ചായപ്പൊടി പാസ്സാക്കി. ഏട്ടൻ ഫോൺ നോക്കിയിരിക്കണം, ഏട്ടൻ ഫോട്ടോസുകൾ നോക്കിയിരിക്കുന്നുണ്ട്. അപ്പോൾ ഏട്ടനോട് പറഞ്ഞ് ചായ കുടിക്കപ്പോൾ ഏട്ടൻ ഇപ്പോൾ വേണ്ടെന്ന് പറഞ്ഞത്. അപ്പോൾ ഈ സാധനങ്ങളൊക്കെ കഴിയുമെന്ന് അറിയില്ല. ഞങ്ങളിത് നല്ലോണം മുണുങ്ങായിരിക്കണം കേട്ടോ. ഏട്ടനാണെങ്കിൽ കുറച്ച് നേരം കഴിഞ്ഞിട്ട് കഴിക്കാമെന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഉത്സവപ്പറമ്പിൽ നിന്നും പൂരപ്പറമ്പിൽ നിന്നും മേടിച്ചതല്ല, ഒരു ബേക്കറിയിൽ നിന്ന് ഏട്ടൻ മേടിച്ചതാണ്. ഏട്ടൻ അറിയുന്ന ഒരു ബേക്കറിയാണ് കേട്ടോ. അതൊന്നും ആൾ ഉത്സവപ്പറമ്പിൽ നിന്ന് പൂരപ്പറമ്പിൽ നിന്ന് മേടിക്കാൻ ആൾ സമ്മതിക്കില്ല. കാരണം ഇത് കുട്ടികൾക്ക് കൊടുക്കണമെന്ന് അറിയാൻ പൊടിയാന്നാണ് ഏട്ടൻ പറയാറ്. അത് കഴിഞ്ഞ് പൊന്നാണ് ഈ ക്യാമറയിലേക്ക് വരുന്നില്ല, ഒരു സൈഡിൽ ഇരുന്ന് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കേണ്ടത്. എന്താ വെച്ചാൽ ക്യാമറയിലേക്ക് വരുന്ന എന്തോ ഒരു മടിയാൾക്ക്. അത് കഴിഞ്ഞ് ഏട്ടൻ ചായ കുടിക്കാൻ ചെയ്തപ്പോൾ ഏട്ടൻ്റെ കൂടെ ഞാനൊരു കമ്പനി കൊടുത്ത് ആലുവ ഇരുന്ന് കഴിക്കാനിട്ടാ. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും മീൻ മേടിക്കാൻ വേണ്ടി പുറത്തേക്ക് പോയി. മീൻ മേടിച്ചത് വന്ന് കുറച്ച് നനയ്ക്കാനും ചെടി നനയ്ക്കാനൊക്കെ ഉണ്ട്. എൻ്റെ എല്ലാ ചെടികളും ഉണങ്ങിപ്പോയിട്ടുണ്ട്. ചട്ടിയിൽ മേടിച്ച എല്ലാ ചെടികളും തന്നെ ഉണങ്ങിപ്പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് നനച്ച് സെറ്റാക്കി എടുക്കണം എനിക്ക്. പിന്നെ മുറ്റൊക്കെ ഒന്ന് നനച്ചിടണം, ഗേറ്റൊന്ന് കഴുകണം. പിന്നെ മുറ്റത്ത് എന്താ പറയുക, നിറയെ പൊടിയായി സിറ്റ് ഔട്ടിലേക്ക് കയറുന്നുണ്ട്. എല്ലാ വണ്ടികളും ഇതിൽ കൂടെ പോകണം, കാരണം എല്ലാ പൊടിയും നമ്മുടെ വീടിൻ്റെ സിറ്റ് ഔട്ടിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ വണ്ടി ഒന്ന് കഴുകി, എൻ്റെ വണ്ടിയാണ് വെള്ളം കൊണ്ടിട്ട് കുറേ ആയിട്ട്. അപ്പോൾ വണ്ടി ഒന്ന് കഴുകി, വണ്ടി കഴുകിയ ശേഷമായിട്ട് എനിക്ക് മീനൊക്കെ വെട്ടാനുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ പൊന്നൂസിനോട് പറയുന്നുണ്ട് വിളക്ക് വെക്കി, സമയമായിട്ടുണ്ട് വിളക്ക് വയ്ക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ചെടി നനച്ച് കഴിഞ്ഞിട്ട് വേണ്ട വിളക്ക് വയ്ക്കണമെങ്കിൽ. അപ്പോൾ പൊന്നൂസിനോട് പറഞ്ഞു കൊതുകുതിരി കൊണ്ട് കത്തിച്ച് വെക്കണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ കൊതുകുതിരി കത്തിച്ച് ആൾ സിറ്റ് ഔട്ടിൽ വെക്കാൻ വേണ്ടി ഇരുന്നപ്പോൾ ഒരു അബദ്ധം ചെയ്തു. അപ്പോൾ അതിന് ഞാൻ പറഞ്ഞിട്ട് ഞാൻ കളിയാക്കി ചിരിക്കണത്, എനിക്ക് ചിരിച്ചൊരു ഇതായിട്ട് ഞാൻ. അപ്പോൾ ഇത് ഞാൻ 2-3 ദിവസമായിട്ട് കൊതുക് നല്ലോണം ഉണ്ട്, അല്ലെങ്കിൽ കൊതുക് അധികം ഉണ്ടാവാറില്ല. അപ്പോൾ ഞാൻ അത് മേടിച്ചൊരു ചട്ടി മേടിച്ചു, അതിലേക്ക് വേണ്ടി കൊതുകുതിരി മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കത്തിച്ച് വെക്കാനായിട്ട് പറഞ്ഞത്. അപ്പോൾ ആൾ എന്തോ ഒരു അബദ്ധം ചെയ്തു. അപ്പോൾ അതിന് പറഞ്ഞിട്ടാണ് ഞാൻ ചിരിക്കണത് ഇരുന്ന്. അത് കഴിഞ്ഞ് ഞാൻ മീനൊക്കെ വെട്ടി ഞാൻ കഴുകി ഫ്രഷായി ഞങ്ങളിത് അമ്പലത്തിലേക്ക് പോവാണ്. അമ്പലം എന്ന് ചിരിഞ്ഞാലോടെ വിശ്വനാഥപുരം ക്ഷേത്രത്തിലേക്കായിട്ട് ഞങ്ങൾ പോണത്. അവിടെ കാവടി മഹോത്സവമാണ്. അപ്പോൾ ഞങ്ങൾക്ക് കാവടിയുടെ അന്ന് പോകാൻ പറ്റില്ല, ഏട്ടൻ്റെ ജോലിയുള്ള ദിവസമായി കാരണം. അപ്പോൾ ഇന്ന് പൂരവും പിന്നെ കുറച്ച് വെടിക്കെട്ടും പിന്നെ നാടകമൊക്കെ ഉണ്ട്. അപ്പോൾ അത് കാണാൻ വേണ്ടി ഞാനും അപ്പം ചേട്ടൻ കൂടി പോരാണ് കേട്ടോ. പൊന്നൂസ് വന്നില്ല, അമ്മയുടെ അടുത്തിരുന്നു. അപ്പോൾ ഞങ്ങളത് കഴിഞ്ഞതേ നടക്കണം. ഏട്ടൻ കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഫ്രണ്ടിനെ കണ്ടപ്പോൾ അങ്ങോട്ട് പോയിട്ടാണ്. അത് കഴിഞ്ഞതേ ഞങ്ങൾ നടക്കണം. അപ്പോൾ ഐസ്ക്രീം ആണെന്ന് പറഞ്ഞിട്ട് ഞാൻ ഐസ്ക്രീമാരുടെ അടുത്ത് നിന്ന് മാറ്റി കൊണ്ടുപോകണം. അത് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് നേരം നാടകം കണ്ട് ഞങ്ങൾ വീട്ടിലേക്ക് പോകണം. അപ്പോൾ പോണ വഴിക്ക് ഞങ്ങളുടെ ഒരു കടയിൽ മാലകൾ കുറേ തൂക്കിയിട്ട് കണ്ടു. അപ്പോൾ ഞാൻ കുറച്ച് നേരം അത് നോക്കി നിന്നു. അപ്പോൾ ഏട്ടൻ വേണമെന്ന് ചോദിച്ചപ്പോൾ വേണമെന്ന് പറഞ്ഞ് പൊന്നൂസിനോട് മേടിക്കാൻ പറഞ്ഞാൽ അവിടെ കയറി ഇപ്പോൾ 50 രൂപയുള്ളൂ. അപ്പോൾ എന്തായാലും മേടിക്കാം, കാരണം ഇത് 50 രൂപയ്ക്ക് നല്ല ലാഭമെന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ അത് മേടിച്ചു. അപ്പോൾ പൊന്നൂസിനെ ഞാൻ കഴുത്തിലിട്ട് കാണിച്ചു കൊടുക്കണ്ട. അപ്പോൾ പൊന്നൂസിന് ഇഷ്ടമായി. അപ്പോൾ എന്നോട് ഞാൻ പറഞ്ഞു ഇത് പട്ടുപാടി കിട്ടാൻ നല്ല ഭംഗിയുണ്ടോ എന്നൊക്കെ പറഞ്ഞ് കാണിച്ചു കൊടുക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗായ്സ്. അപ്പോൾ ഓക്കെ, ബൈ.